ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡിപ്പാർട്ട്മെന്റ് ക്യൂ ദി ആബ്സെന്റ് വൺ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതും ഒരു ഡാനിഷ് മൂവി. അപ്പോൾ വൺ ലൈനെ പറ്റി അധികമായിട്ട് വേറൊന്നും പറയുന്നില്ല, കാരണം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ നിങ്ങളും എന്നോടൊപ്പം ഈ കഥയിൽ സഞ്ചരിച്ച് കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്കധികം താമസിക്കാതെ നേരെ സ്റ്റോറിയിലേക്ക് തന്നെ പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ ഡിപ്പാർട്ട്മെന്റ് ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് കാണിക്കുന്നു. അതിന് വെളിയിലായിട്ട് മഴയത്ത് ഒരാൾ നനഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിംഗ് നോക്കി നിൽക്കാണ്. ഇപ്പൊ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിലാണെങ്കിലോ ഡിപ്പാർട്ട്മെന്റ് ക്യൂ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം തുടങ്ങിയതിന്റെ സന്തോഷത്തില് എല്ലാവരും അകത്ത് നിൽക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള കാൾ മോർക്കിനെ കാണിക്കുന്നത്. അവനാണ് ഡിപ്പാർട്ട്മെന്റ് ക്യൂ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ആള്. പക്ഷെ ഇപ്പോൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ അവൻ തന്റെ ജോലിയുടെ കാര്യമായിട്ട് നടക്കുമ്പോൾ അവന്റെ സഹായിയായിട്ടുള്ള ആസാദ് എന്ന് പറഞ്ഞ മറ്റൊരുത്തൻ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ആസാദ് പറയുന്നുണ്ട്, എപ്പോഴും ഈ ജോലി എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാലേ നമുക്ക് വേണ്ടിയിട്ടാണ് മുകളിൽ പാർട്ടി നടക്കുന്നത്, നമുക്ക് എന്തായാലും അവിടേക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ച് നേരെ മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ആ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് ക്യൂവിൽ ഇവർക്ക് രണ്ടുപേർക്കും അസിസ്റ്റന്റ് ആയിട്ട് ഒരു ലേഡി ഉണ്ട്. അവളുടെ പേര് റോസ് എന്നാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഹീറോ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ വെളിയിലേക്ക് നടന്നു വരുമ്പോഴാണ് കുറെ നേരം മഴയിൽ ഒരാൾ നനഞ്ഞു നിന്നാലോ അയാളിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിനക്ക് അയച്ച ആ ഒരു ലെറ്റർ നീ വായിച്ചു നോക്കിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ പെട്ടെന്ന് ഹീറോയുടെ ദേഹത്ത് കയറി പിടിച്ചിട്ട് നീ അത് വായിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, സാർ നിങ്ങൾ കൈയെടുക്കണം, നിങ്ങൾ അയക്കുമ്പോഴല്ലേ എനിക്ക് വായിക്കാനായിട്ട് കഴിയത്തില്ല, എനിക്ക് സമയമുള്ളപ്പോൾ ഞാനത് വായിക്കുമെന്ന് പറഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് പോകുന്നതും വീട്ടിലെത്തിയ ഉടനെ തന്നെ അവനൊരു ഫോൺ കോൾ വരുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇപ്പോൾ ഹീറോയെ കണ്ട് ലെറ്റർ വായിച്ചെന്ന് ചോദിച്ചല്ലോ ഒരാള്. അയാൾ വീട്ടിലെ തന്റെ കൈയറുത്ത് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ അയാളുടെ വീട് പരിശോധിക്കുമ്പോഴാണ് ഹീറോയുടെ പേരെഴുതിയ ഒരു ബോക്സ് ആ വീടിനകത്തുണ്ട്. അങ്ങനെ ആ ബോക്സ് ഹീറോ ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അസാധ്യത കണ്ടിട്ട്, അല്ല ഈ ബോക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതിനെപ്പറ്റി വിശദീകരിച്ച് പറയും. ഇപ്പൊ മരിച്ചുപോയ ആ ഒരു അപ്പൂവനുണ്ടല്ലോ, അയാൾ റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ അയാളുടെ മകനെയും മകളെയും രണ്ടുപേരെ കൊന്നു. അതിൽ മകളെയാണെങ്കിൽ റേപ്പ് ചെയ്താണ് കൊന്നിട്ടുള്ളത്. ആ സമയത്തിൽ തന്നെ താനാണ് അവരെ രണ്ടുപേരെ കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരാൾ സറണ്ടർ ആയിരുന്നു. അങ്ങനെ അവൻ 5 വർഷം ജയിൽ ശിക്ഷയും കൊടുത്തു. പക്ഷെ അവനാണെങ്കിലോ ഒരു വലിയ വക്കീലിനെ വെച്ചിട്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ വെളിയിലും ഇറങ്ങി. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം. അന്ന് സറണ്ടർ ആയിട്ടുള്ള ആ ഒരാളാണ് തന്റെ 2 കുട്ടികളെ കൊന്നതെന്ന് ഈ പോലീസുകാരൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാണ്ട് ആ ഒരു പോലീസുകാരൻ ശ്രമിച്ചെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവനെ ആ ഒരു കേസ് അന്വേഷിക്കാണ്ട് ആരും സമ്മതിച്ചിരുന്നില്ല. അപ്പൊ ഈ ഒരു കൊലപാതകമെല്ലാം നടന്നിട്ട് 20 വർഷം കഴിഞ്ഞു. ഇത്രയും വർഷമായിട്ട് തന്റെ കുട്ടികളെ കൊന്ന ആ ഒരു കൊലപാതകയെ ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ വിഷമത്തിലാണ് അയാൾ സൂയിസൈഡ് ചെയ്തത്. അതുപോലെ മരിക്കുന്നതിന് മുന്നേ അയാൾ ഈ ഒരു കേസിൽ കണ്ടുപിടിച്ച എല്ലാ വിവരങ്ങളും ഒരു ബോക്സിലാക്കി നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുമായിരുന്നു. അതാണ് ഹീറോ ഇപ്പോൾ എടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നത്. നമ്മുടെ ഹീറോയെ കൊണ്ടെങ്കിലും ഒറിജിനൽ കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അയാൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഹീറോ ഇപ്പോൾ തയ്യാറാവുകയാണ്. അങ്ങനെ 20 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നു. ഒരു ഹോസ്റ്റൽ കാണിക്കുന്നുണ്ട്. ആ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഈ പെണ്ണിന്റെ പേരാണ് കിമ്മി. അപ്പോൾ ഇവിടെ പഠിക്കുന്ന പകുതി കുട്ടികളും നല്ല പണക്കാരായിട്ടുള്ള പിള്ളേരാണ്. അവിടെയാണ് ഡിൽറ്റീവ് എന്ന് പറഞ്ഞ മറ്റൊരു പയ്യൻ പഠിക്കുന്നത്. അപ്പൊ ആ പയ്യനോട് ഈ കോളേജിലുള്ള പകുതി മുക്കാൽ പെൺകുട്ടികൾക്കും ക്രഷ് ഉണ്ട്. പക്ഷെ അവനാണെങ്കിലോ കിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനാണ് ഇഷ്ടം. അങ്ങനെ ഇവര് രണ്ടുപേരും പ്രണയിക്കുമ്പോൾ ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഡിപ്സൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പയ്യൻ അവന്റെ സുഹൃത്താണ്. അതുപോലെ 20 വർഷങ്ങൾക്ക് മുന്നേ ഈ കൊലക്കേസിൽ സറണ്ടർ ആയിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ, അവനും ഡിൽറ്റീവിന്റെ ഫ്രണ്ടാണ്. പക്ഷെ അവനൊരിക്കലും ഈ സ്കൂളിലല്ല പഠിക്കുന്നത്. പകരം അവൻ ചെയ്യുന്നത് വെളിയിൽ നിന്നും മദ്യം, കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിൽറ്റവിന് സപ്ലൈ ചെയ്യുന്നു. ആ ഒരു കാര്യമാണ് ഇവൻ ചെയ്യുന്നത്. ഇപ്പോൾ വീക്കെൻഡ് സമയങ്ങളിലെല്ലാം ഇവർ ചെയ്യുന്ന ഒരേ ഒരു കലാപരിപാടി അത് മാത്രമാണ്. ഇപ്പോൾ കിമ്മി ഡിൽറ്റവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവൻ അറിയാവുന്ന എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും അവളെയും പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ആസാദും 20 വർഷങ്ങൾക്ക് മുന്നേ സറണ്ടർ ആയിട്ടുള്ള ആ ഒരുത്തനുണ്ടല്ലോ, അവന്റെ പേര് ഉൾറിക് എന്നാണ്. ഇപ്പൊ അവനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, ആ സമയത്ത് നിനക്ക് വേണ്ടി വാദിച്ച ആ ഒരു വക്കീലില്ലേ, അതും അത്രയും ഫേമസ് ആയിട്ടുള്ള വക്കീല്, അയാൾക്ക് അത്രയും പണം കൊടുത്താൽ മാത്രമേ അയാൾ വാദിക്കത്തുള്ളൂ. ആ സമയത്ത് അയാൾക്ക് കൊടുക്കാനായിട്ട് അത്രയും പണം നിനക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഉൾറിക് പറയും, അതെന്തു പറ്റി, ഞങ്ങളുടെ കയ്യിൽ പണം വന്നൂടെ, ഞാൻ ജയിലിലുണ്ടായിരുന്നപ്പോൾ എന്റെ അച്ഛനും അമ്മയും മരിച്ചു, അതിന്റെ ഇൻഷുറൻസ് പണം എടുത്തിട്ട് ഷെയർ മാർക്കറ്റ് എന്താണ് എന്ന് ജയിലിലിരുന്ന് തന്നെ പഠിച്ചു, അതുവഴി ഷെയർ മാർക്കറ്റിലിട്ട് നല്ല രീതിയിൽ പണം കിട്ടി എന്നവൻ പറയുന്നതും ഇത് സത്യമാണോ ഇല്ലയെന്ന് വെളിയിൽ അന്വേഷിക്കുമ്പോൾ അവൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. അപ്പൊ ഈ കേസിൽ ഇവർക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇവ മാത്രമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അവരെങ്ങനെ പോകുന്നതും ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു കണ്ണാടിനെ
അതേപോലെ തന്നെ അവന്റെ കൂടെ ഒരു സഹായിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കണ്ണാടിയുടെ ഭാര്യ ഉണ്ടല്ലോ, ആ സ്ത്രീക്ക് വേറെ ആരുമായിട്ട് എന്തോ ഒരു അവിഹിതം ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സഹായിയെ പറഞ്ഞു കൊടുത്ത് സഹായി അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് കണ്ണാടിക്ക് കാണിച്ചു കൊടുക്കാണ്. ഇപ്പോൾ സഹായി ചോദിക്കുന്നുണ്ട്, സാർ എന്ത് വേണം, അവരെ തീർത്തേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണാടി പറയും, ഹേയ് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ആ സഹായി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും കറക്റ്റ് സമയത്ത് തന്നെ ഉൾറിക്ക് ഈ കണ്ണാടിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഹീറോയും മസാദും അവനോട് വന്ന് ചോദിച്ച ആ ഒരു കാര്യങ്ങളെ പറ്റി ഈ കണ്ണാടിയോട് ഉൾറിക്ക് പറയുന്നു. അപ്പൊ അവൻ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ഇവനോട് വിളിച്ചു പറയുന്നത് എന്നാലോചിക്കുമ്പോഴാണ് വേറെ ഒന്നുമല്ല, ഫ്ലാഷ് ബാക്കിൽ കണ്ട ഡിൽ ടവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനുണ്ടല്ലോ, ആ പയ്യനെ ഇവനാണ്. അതിനുശേഷം ഹീറോയെയും മസാദിനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഓഫീസിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ റോസ്, അവള് ഈ അപ്പുവാൻ കൊടുത്ത ഒരു ബോക്സും അതിലുള്ള കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പരിശോധിച്ച് അവൾ ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും 20 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കൊല നടന്നല്ലോ, ആ സമയത്ത് ഒരു പെണ്ണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അന്ന് ഫോൺ ചെയ്തത് ആരാണെന്ന് വരെ ആ വയസ്സായിട്ടുള്ള പോലീസുകാരെ കണ്ടുപിടിച്ചിരുന്നു. അത് വേറെ ആരുമല്ല, കിമ്മിയാണ്. അപ്പോൾ കിമ്മിയും മരിച്ചുപോയ ഒരു കുട്ടികൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. അതുപോലെ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ കണ്ടത് കിമ്മി പഠിച്ചിരുന്ന ആ ഒരു ഹോസ്റ്റലാണ്. മരിച്ചുപോയ കുട്ടികൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് കിമ്മി പഠിച്ചിട്ടുള്ളത്. കൂടാതെ ഈ സംഭവത്തിന് ശേഷം കിമ്മിയെ ഇതുവരെയും കണ്ടിട്ടില്ല. സത്യത്തില് കിമ്മിയെ കാണാതായിട്ട് ഇപ്പൊ 20 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോ കിമ്മിയെ കണ്ടുപിടിച്ചാലേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇനിയിപ്പോ അവളെ ഇവിടെ പോയി കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ച് ഇവര് നിൽക്കുമ്പോൾ ഇവിടെ മറ്റൊരിടത്ത് നമ്മുടെ കണ്ണാടി ഉണ്ടല്ലോ ഡെൽറ്റോ, അവൻ എന്തായാലും കണ്ണാടി എന്ന് തന്നെ വിളിക്കാം. അവൻ ഇപ്പോൾ ഒരു കാറിനകത്ത് ഒരു മൊട്ടത്തലയനായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ മൊട്ടത്തലയനോട് സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, രാവിലെ ഉൾറിക്ക് വിളിച്ചു പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, നമ്മുടെ ഹീറോയെ പറ്റിയുള്ള കാര്യം. നമ്മുടെ ഹീറോ ആ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാമെന്ന കാര്യം. അപ്പൊ ഈ ഒരു മൊട്ടത്തലയൻ വേറെ ആരുമല്ല, ഡെൽറ്റാവിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ഡിപ്സൽ എന്ന് പറഞ്ഞിട്ട്, അവനാണ്. അപ്പൊ ഈ മൊട്ടയും കണ്ണാടിയും കൂടിയാണ് 20 വർഷങ്ങൾക്ക് മുന്നേ എന്തോ ഒരു കാര്യം ചെയ്തത്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്ന് തന്നെ ഒരു മാസ്ക് എടുത്ത് തലയിലേക്ക് ഇടുന്നു. എന്താന്ന് വെച്ചാല് ഈ കണ്ണാടിയുടെ ഭാര്യ ഒരുത്തനായിട്ട് അഫയർ ഉണ്ടെന്ന് പറഞ്ഞതല്ലോ, അവന്റെ കാറ് മുൻവശത്ത് കിടക്കുന്നുണ്ട്. അവനിപ്പോ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇവര് രണ്ടുപേരും നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവിടെ വെച്ച് ചെയ്യുന്നു. ഇടിച്ച് അവന്റെ മൂക്കിന്റെ പാലം വരെ തകർത്ത് ഇപ്പൊ രണ്ടുപേരും കാറും എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാടിക്കാണെങ്കിൽ അത്രയും സന്തോഷം. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയും ടീമിനെ കാണിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുന്നേ കിമ്മി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നല്ലോ, ആ ഒരു വോയിസ് റെക്കോർഡ് ഹീറോ ഇപ്പൊ പ്ലേ ചെയ്ത് കേൾക്കാണ്. പക്ഷെ അതിൽ നിന്നും വലിയ രീതിയിൽ ക്ലൂ ഒന്നും കിട്ടുന്നില്ല. കാരണം രണ്ടുപേരെ ഇതുപോലെ കൊല ചെയ്തു, എന്റെ പേര് ഇതാണ് എന്നൊക്കെ വിട്ടും വിടാതെ എന്തൊക്കെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവൾ പറഞ്ഞ ആ ഒരു പേര് വെച്ചിട്ടാണ് അവൾ കിമ്മിയാണെന്ന് ആ ഒരു പോലീസുകാരെ മനസ്സിലാക്കിയതും. പക്ഷെ ഇപ്പൊ അവളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതും. അങ്ങനെ അതിനെപ്പറ്റി ഹീറോ ആലോചിക്കുമ്പോഴത്തേക്കാണ് കിമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെ ഇപ്പോൾ കാണിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഭിക്ഷകാരെ പോലെ ഒളിച്ചൊളിച്ച് ജീവിക്കുന്നു. അതും അവളുടെ കയ്യിലെ അവൾ വിടാതെ പിടിച്ചിരിക്കുന്ന ഒരു ബാഗ് ഉണ്ട്. ഈ ബാഗിൽ എന്താണെന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അതും എന്തോ മാനസികമായിട്ട് പ്രശ്നമുള്ളതുപോലെ ആ ഒരു ബാഗിനോട് സംസാരിക്കുകയെല്ലാം ചെയ്യുന്നു. ഈ അവസ്ഥയിലാണ് അവളുടെ ജീവിതം പോകുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയും മസാദും കിമ്മിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവളെ പറ്റി ചോദിക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് കിമ്മിയുടെ യഥാർത്ഥ അമ്മ അവൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിരുന്നു. ഇപ്പൊ ഇവിടെ ഉള്ളത് അവളുടെ രണ്ടാനമ്മയാണ്. എന്നിട്ട് ഇവരോട് ഇതുപോലെ കിമ്മിയെ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി വലിയ രീതിയിലൊന്നും അറിയത്തില്ല. അവർ പറയാനും വലിയ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇവർക്ക് കിട്ടിയ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിമ്മി സ്കൂളിൽ പഠിക്കുമ്പോൾ അവളുടെ സയൻസ് ടീച്ചർ അവളെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് അടുത്തതായിട്ട് ഹീറോയും മസാദും പോകുന്നത് ആ ഒരു സ്കൂളിലേക്ക്. എന്നിട്ട് ആ ഒരു സയൻസ് ടീച്ചറിനെ കാണുന്നു. അങ്ങനെ അവനോട് ചെന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവന് നടന്ന കാര്യം എന്താണെന്ന് പറയുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക്. ഇപ്പൊ ആ ഒരു സയൻസ് ടീച്ചറാണ് കിമ്മിയെ റേപ്പ് ചെയ്തെന്നാണല്ലോ അവളുടെ രണ്ടാനമ്മ പറഞ്ഞത്. പക്ഷെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കിമ്മിയായിട്ട് തന്നെയാണ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിരുന്നത്. അതുമല്ല സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ കിടന്ന് അലറി വിളിക്കാനും തുടങ്ങി. ഇവനെ എന്തോ മനഃപൂർവ്വം പെടുത്തണമെന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല ആ ഒരു സംഭവത്തിന് ശേഷം സ്കൂളിനടുത്തായിട്ട് തന്നെ മറ്റൊരു റേപ്പ് നടന്നിരുന്നു. അതിന് കാരണവും ഞാനാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതും കൂടാതെ ഈ സ്കൂളിൽ നിന്നും ഞാൻ ജോലി വിട്ട് പോയി കഴിഞ്ഞാൽ പോലീസിൽ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലാതെ സ്കൂളിൽ നിന്നും ഞാൻ പോവായിരുന്നു. ഇതാണെന്ന് സംഭവിച്ചത് എന്ന് അയാൾ പറയുമ്പോഴത്തേക്കും ഇവരത് മനസ്സിലാക്കി രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് തന്നെ വെളിയിലേക്ക് വരുന്നു. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ കിമ്മിയെ കാണിക്കുമ്പോൾ ഇപ്പൊ അവളുള്ള സ്ഥലത്ത് ആ കണ്ണാടിയുടെ സഹായി ഉണ്ടല്ലോ, അവൻ കിമ്മിയുടെ പഴയ കാലത്തെ ഫോട്ടോ എടുത്ത് നോട്ടീസ് അടിച്ച് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയും മസാദും കിമ്മിയെ അന്വേഷിക്കുന്നുള്ള കാര്യം കണ്ണാടിക്ക് മനസ്സിലായി. അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ കിമ്മിയെ കണ്ടുപിടിക്കാനാണ് ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത്. അപ്പൊ ഈ കാര്യം നമ്മുടെ കിമ്മി കാണുന്നതും തന്നെ ആരും അന്വേഷിക്കുന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ട് ആരുടെയും കണ്ണിൽ പെടണ്ടെന്നും പറഞ്ഞ് അവളും കുറച്ച് സേഫായിട്ട് തന്നെ കഴിയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും മസാദിനെ കാണിക്കുമ്പോൾ
അടുത്തുള്ള കാടിനകത്ത് ഒരു റേപ്പ് നടന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കേസിനെ പറ്റിയുള്ള കാര്യവും നമ്മുടെ വയസ്സായിട്ടുള്ള പോലീസുകാരൻ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഒരു പെണ്ണിനെ ഇതുപോലെ കാടിനകത്ത് വെച്ച് അവളുടെ തലയിൽ തുണിയിട്ട് മൂടിയിട്ടാണ് അവളെ റേപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവളെ റേപ്പ് ചെയ്തത് ആരാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമല്ല, റേപ്പ് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ രണ്ടുപേരും സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദം ഈ പെണ്ണ് കേട്ടിരുന്നു. അതൊരു പെണ്ണും ഒരു പയ്യനുമാണ്. അതുപോലെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, റേപ്പ് നടന്ന ആ ഒരു കാട് കിമ്മി പഠിച്ച ആ ഒരു സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു കാടായിരുന്നു. അതുമല്ല, ആ ഒരു റേപ്പ് നടന്ന സമയമാണെങ്കിലോ ഞായറാഴ്ചയും. ഇതേപോലെയാണ് 20 വർഷങ്ങൾക്ക് മുന്നേ 2 കുട്ടികളെ കൊല ചെയ്തല്ലോ. ആ ഒരു ദിവസവും ഞായറാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും അടുത്തതായിട്ട് അന്വേഷിക്കുന്നത് ഈ ഹോസ്റ്റലിന് ചുറ്റുമായിട്ട് 20 വർഷങ്ങൾക്ക് മുന്നേ ഞായറാഴ്ച മാത്രം എന്തൊക്കെ തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കും 1ഉം 2ഉം അല്ല 20-30 കേസുകൾ അവിടെ നടന്നിട്ടുണ്ട്. പിടിച്ചുകയറി, കൊലപാതക ശ്രമം, റേപ്പ്, ഇങ്ങനെ പല കേസുകൾ. അതിലെ അതിശയിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊന്നിലും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം അൺസോൾവ്ഡ് ആയിട്ടുള്ള കേസുകളാണ്. അതുമല്ല, നമ്മുടെ ഹീറോയും ആസാദും കിമ്മിയുടെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരോടും അവൾ കൂടുതലും അടുപ്പം കാണിച്ചിരുന്നത് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണാടിയാണെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും കണ്ണാടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് കണ്ണാടിയുടെ ഭാര്യയ്ക്ക് അവനോടൊപ്പം താമസിക്കാൻ പോലും താല്പര്യമില്ല. എന്തോ ഒരു നിർബന്ധ പ്രകാരമാണ് ഇഷ്ടമില്ലാത്തൊരു ജീവിതം അവൾ ജീവിക്കുന്നത്. ഇത് കാണുമ്പോൾ ആസാദിന് ഈ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കണ്ണാടിയെ അവിടെ ഇരുത്തിയിട്ട്, ഇല്ല, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കിമ്മി എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു, അതിനെപ്പറ്റി ഇവർ ചോദിക്കുമ്പോഴത്തേക്കും കണ്ണാടി പറയും, അതെ ശരി തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും റിലേഷനിലായിരുന്നു. പക്ഷെ അവളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് അവളെ കണ്ടിട്ട് ഇപ്പോൾ 20 വർഷമായി. അപ്പോൾ ഹീറോയും ആസാദും പറയും, ശരി ഞങ്ങൾ എന്തായാലും പോവാണെന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇതിനകത്തൊരു ഫോട്ടോ കാണുന്നു. അതിൽ കണ്ണാടി, അവന്റെ സുഹൃത്തായിട്ടുള്ള മൊട്ട, കൂടാതെ ഉൾറിക്കിന് വേണ്ടി വാദിച്ച ആ ഒരു വക്കീലുണ്ടല്ലോ, അയാളുടെ ഫോട്ടോയുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഒരു സംശയം, ഈ വക്കീൽ എങ്ങനെ ഇവന്റെ സുഹൃത്താണോ? ഇതൊരിക്കലും ശരിയായിട്ട് വരുന്നില്ലല്ലോ. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഒരു ദിവസം കിമ്മിയെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തായിട്ട് കണ്ടതായിട്ട് ആരോ ഒരാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അസാദ് കിമ്മിയുടെ പഴയകാലത്തെ ഫോട്ടോ ഉണ്ടല്ലോ അതും എടുത്ത് ആ ഒരു സ്റ്റേഷന്റെ ഭാഗത്തെല്ലാം അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഈ കണ്ണാടിയുടെ സഹായിയും ഇതുപോലെയാണല്ലോ പഴയകാലത്തെ ആ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് എല്ലാവരോടും അന്വേഷിച്ചിരുന്നു. അതേ കാര്യം അവിടെ ഇരുന്ന ഒരാൾ പറയും, ഇതിനു മുന്നേ കഴുത്തിൽ ടാറ്റു അടിച്ച ഒരുത്തൻ ഇതേ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചിരുന്നു. അന്ന് എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് അസാദിനോട് പറയുന്നത് അസാദ് ഈ കാര്യം നേരെ വന്ന് നമ്മുടെ ഹീറോയോട് പറയാണ്. ഇപ്പോൾ കിമ്മിയെ നമ്മൾ മാത്രമല്ല നമ്മളെ പോലെ തന്നെ വേറെ ആരൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവൾ എവിടെയാണെന്ന് മാത്രമാണ് നമുക്കറിയാത്തത്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ട് അവൾക്കൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് അവളോട് പോയി ചോദിക്കാമെന്നും പറഞ്ഞ് ഇവരതിന് തയ്യാറാവുന്നതും നമ്മുടെ കണ്ണാടിയുടെ സഹായം ഉണ്ടല്ലോ, അവൻ ഇവർ വരുന്നതിന് മുന്നേ ആ ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് അവൾക്ക് കഞ്ചാവും മയക്കുമരുന്നെല്ലാം കൊടുത്ത് അവളിലൂടെ കിമ്മി എവിടെയാണെന്ന് മനസ്സിലാക്കി അവൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് അവളെയും കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലെ കിമ്മി അവനെ അടിച്ച് താഴെ കളഞ്ഞിട്ട് അവളുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവുമല്ലോ, ആ ബാഗ് ഈ ഫൈറ്റിനിടയിൽ എടുക്കാൻ കഴിയാതെ അവൾ അവിടുന്ന് നേരെ രക്ഷപ്പെട്ട് പോകുന്നത് അവളുടെ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. പക്ഷേ വീട്ടിൽ ചെല്ലുന്നത് വരെ അവൾക്ക് അറിയത്തില്ല ഈ ഫ്രണ്ടാണ് അവളെ കാണിച്ചു കൊടുത്തതെന്ന്. വീടിനകത്തേക്ക് കയറിയതിന് ശേഷമാണ് അവൾക്ക് മനസ്സിലാവുന്നത്. ആ റൂമിലുള്ള കഞ്ചാവും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവളുടെ പഴയ ഫോട്ടോ ഉള്ള ആ ഒരു നോട്ടീസ് ഇതെല്ലാം കാണുമ്പോൾ തന്റെ ഫ്രണ്ട് തന്നെയാണ് തന്നെ കാണിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്റെ സുഹൃത്ത് തന്നെ ചതിച്ചെന്നുള്ള ആ ഒരു വിഷമത്തില് കിമ്മി ആ ഫ്രണ്ടിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് ഇവൾക്ക് എവിടെ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീടിന് താഴെ ആരോ വരുന്നു. ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. വേറെ ആരുമല്ലാതെ നമ്മുടെ ഹീറോയും അസാദും. ഇവര് രണ്ടുപേരും ഡോറെല്ലാം ഇടിച്ചു തുറന്ന് അകത്തേക്കായിരുന്നത്. ഈ ശബ്ദം കേട്ട കിമ്മിയാണെങ്കിലോ മറ്റൊരു വഴിയെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവര് രണ്ടുപേരും അകത്തേക്ക് വരുമ്പോൾ ആ ഒരു ഫ്രണ്ട് അവിടെ മരിച്ചു കിടക്കുന്നു. അങ്ങനെ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും കിമ്മി വെളിയിലേക്ക് പോയ ആ ഒരു ശബ്ദം കേട്ടിട്ട് ഹീറോ അവളുടെ പിറകെ പോകുന്നുണ്ട്. അസാദ് അവളെ പിടിക്കാൻ വേണ്ടി മറ്റൊരു വഴിയെ പോകുന്നു. അങ്ങനെ ഓടി ഓടി അവസാനം കിമ്മിയെ ഹീറോ കണ്ടുപിടിക്കും. എന്നിട്ട് തോക്ക് കാണിക്കുമ്പോഴത്തേക്കും കിമ്മിയാണെങ്കിലോ ഒരു പൈപ്പ് എടുത്ത് കയ്യിൽ വെച്ച് അവനെ അടിക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തോക്ക് പതിയെ താഴേക്ക് വെച്ചിട്ട്, ഓക്കെ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നിട്ടുള്ളത്, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്, ഞാൻ ഒരു പോലീസുകാരനാണ്, എന്നെ നീ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അവൾ അതെല്ലാം കേൾക്കുന്നുണ്ട്. ഹീറോ പതിയെ പതിയെ അടുത്തേക്ക് വരുന്നതും അവള് പറയും, ഞാൻ ആരെയും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ആ പൈപ്പ് എടുത്ത് ഹീറോയുടെ ചെവിയിലേക്ക് ഒരു ഒറ്റയടി അടി കൊണ്ട് ഹീറോ താഴെ വീഴുന്നതും ഒരടി കൂടി അടിച്ച് ഹീറോയുടെ ബോധം പോകുന്നു. എന്നിട്ട് കിമ്മി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടേക്ക് പോലീസ് എല്ലാം വന്നു. കിമ്മി താമസിച്ചിരുന്ന ആ ഒരു സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് അവിടെ ഇവര് നല്ലതുപോലെ അന്വേഷിക്കുകയാണ്. അതുമല്ല, കിമ്മിയുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടായിരുന്നല്ലോ, ഈ ബാഗും ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ബാഗിനുള്ളിൽ എന്താണെന്ന് ഇവർ നോക്കുമ്പോഴാണ് അതെന്തോ ഒരു പാവയാണ്. ഇതെന്താണെന്ന് അറിയാൻ കഴിയാതെ ഹീറോ നോക്കി നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ അടി കൊണ്ടതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആഘാതത്തിൽ ഹീറോ വീണ്ടും ബോധമില്ലാതെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ അസാദും അതേപോലെ തന്നെ റോസും ഇവർ രണ്ടുപേരും ഉണ്ട്.
അതേസമയം ഇവിടെ കിമ്മിയെ കാണിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ഒരു പബ്ലിക് ബാത്റൂമിലേക്ക് ചെന്ന് കുളിച്ച് ഫ്രഷ് ആവുകയാണ്. അതേസമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ കിമ്മിയും അതേപോലെ തന്നെ കണ്ണാടി ഉണ്ടല്ലോ ഡെൽറ്റൗ, ഇവർ രണ്ടുപേരും ഒരു കാടിനകത്ത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. പക്ഷെ അവനാണെങ്കിലും ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കാതെ അവൻ കിമ്മിയോട് പറയും, നമ്മുടെ സ്കൂളിലെ സയൻസ് ടീച്ചറല്ലേ, അവൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവൻ ഈ ഒരു സ്കൂൾ വിട്ടു പോകണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി അവനായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന് അവളെ റേപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ അവളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും ഈ സ്കൂൾ വിട്ടു പോകും. അതിന് നീ എന്നെ സഹായിക്കണം, നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ട് നീ അതെനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ കിമ്മിക്ക് അവനോടുള്ള ആ ഒരു ഇഷ്ടം കാരണം അവളാണ് ആ ഒരു സയൻസ് ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം അയാളെ ആ ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. സത്യത്തിൽ ഡിൽറ്റീവ് ആണെങ്കിലോ ഇവളെ വെച്ചിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ആ കാര്യം കിമ്മിക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസം ആകുമ്പോഴത്തേക്കും ഡെൽറ്റവ്, അവൻ്റെ സുഹൃത്ത് ഉൾറിക്ക്, പിന്നെ കിമ്മി, ഇവർ 4 പേരും മുഖത്ത് മാസ്ക് എല്ലാം ഇട്ടിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. റോഡിൽ പോണവരെ അടിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും. കിമ്മിയാണെങ്കിലോ ഡെൽറ്റവിനെ അത്രയും സ്നേഹിച്ചതുകൊണ്ട് തന്നെ താനും അവനെ പോലെ തന്നെ ചെയ്താലേ അവൻ തന്നെ ഇഷ്ടപ്പെടുത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവനോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല ഒരവസരത്തില് ഡെൽറ്റവ് കാരണം കിമ്മി പ്രഗ്നന്റ് ആവുന്നു. ഇപ്പൊ ഈ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം കാണിച്ചു കഴിഞ്ഞ് ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ആശുപത്രിയിൽ നിന്ന് കണ്ണു പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന്, അല്ല കിമ്മിയെ കണ്ടുപിടിച്ചു, എന്തു പറ്റി, അവൾ എവിടെയാന്നെല്ലാം ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ ആ ഒരു ബാഗിലെ ഒരു പാവയെ കണ്ടല്ലോ, അതെന്താന്നെല്ലാം ചോദിക്കുമ്പോൾ അസാദ് ഇവൻ ഉറങ്ങിക്കിടന്ന ആ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിരുന്നു. ആ ബാഗിൽ കണ്ടത് ഒരു പാവയൊന്നുമല്ല, അത് കിമ്മിയുടെ കുഞ്ഞാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ ശരീരം മുഴുവൻ രക്തമായിട്ട് 4 മാസം മാത്രം പ്രഗ്നന്റ് ആയ കിമ്മി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവിടെ പോയിട്ട് ചെക്ക് ചെയ്തതിൽ അവളുടെ കുഞ്ഞ് വയറിനകത്ത് വെച്ച് തന്നെ മരിച്ചുപോയി. അങ്ങനെ മരിച്ച കുഞ്ഞിനെ അവളുടെ വയറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. പക്ഷെ മറ്റാരും അറിയാതെ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് കിമ്മി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവായിരുന്നു. അങ്ങനെ മരിച്ചുപോയ ആ ഒരു കുഞ്ഞിനെയാണ് 20 വർഷമായിട്ട് അവൾ അവളുടെ ബാഗിൽ വെച്ച് ഇത്രയും നാൾ കൊണ്ടു നടന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു തീരുന്നതും ഇവിടെ കിമ്മിയെ കാണിക്കുമ്പോൾ അവൾ നല്ലതുപോലെ ഫ്രഷ് ആയിട്ട് ഡ്രസ്സെല്ലാം മാറി തലയിൽ ഒരു വെള്ള മുടിയെല്ലാം വെച്ചിട്ട് ഒരു ബാറിനകത്തേക്ക് പോകുന്നു. ആ കണ്ണാടിയുടെ സഹായി ഉണ്ടല്ലോ, അവനെ അവിടെ വെച്ച് കണ്ടിട്ട് അവനെ വശീകരിച്ച് അവനെയും കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമുക്കൊരു സംശയം, ഇപ്പൊ ഈ ഒരു വെള്ള കളർ മുടി വെച്ചതുകൊണ്ട് മാത്രം ഇവളെ അവന് മനസ്സിലായില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ആ സഹായിക്ക് അവളെ നല്ലതുപോലെ തന്നെ മനസ്സിലായി. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ട് പറയും, ഓ അപ്പൊ എന്നെ തന്നെ പറ്റിക്കാൻ ശ്രമിക്കാണല്ലേ, ഇപ്പൊ കാണിച്ചില്ലാന്ന് പറഞ്ഞ് അവളുടെ തലയിലേക്ക് തോക്ക് വെച്ച് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും കിമ്മി അവിടെ ഇരുന്നൊരു പേന എടുത്ത് അവന്റെ തൊടയിലേക്ക് ഒരു ഒറ്റക്കുത്ത്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് കിമ്മി എടുത്തിട്ട്, ഓക്കെ നീ ആർക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ഞാൻ ഇത് കണ്ണാടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നതും കിമ്മി പറയും, ശരി ഞാൻ നിന്നെ എന്തായാലും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോകുന്നില്ല, പകരം ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും നീ തന്നെ താഴേക്ക് ചാടണമെന്ന് പറയുന്നതും അവനെ അവള് താഴേക്ക് തള്ളിവിടുമ്പോൾ അവനും താഴെ വീണ് മരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോലീസ് എല്ലാം വരുന്നു. ആ സമയം കൊണ്ട് തന്നെ കിമ്മി അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ അസാദ് വന്ന് നോക്കുമ്പോൾ കിമ്മിയെ കഴുത്തിലെ ടാറ്റു ഇട്ട ഒരുത്തൻ അന്വേഷിക്കുന്നുണ്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരുത്ത പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഈ സഹായിയുടെ കഴുത്ത് പരിശോധിക്കുമ്പോൾ ടാറ്റു അടിച്ചവൻ വേറെ ആരുമല്ല ഇവനാണെന്ന് അസാദ് മനസ്സിലാകും. അതുപോലെ ഈ സഹായി ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് വീഴുമ്പോഴത്തേക്കും അവന്റെ ഫ്ളാറ്റിലെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടിരുന്നുവെന്ന് അടുത്ത റൂമിൽ താമസിക്കുന്നവരെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരും ആ സഹായിയുടെ ലാപ്ടോപ്പ് ചെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് കണ്ണാടിയുടെ ഭാര്യയും അതേപോലെ തന്നെ വേറൊരുത്തനായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, അവർ തമ്മിലുള്ള ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഇവന്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നു. അതിലൂടെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഈ സഹായി നമ്മുടെ കണ്ണാടിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് കണ്ണാടി പറഞ്ഞത് തന്നെയാണ് ഇവൻ കിമ്മിനെ അന്വേഷിക്കുന്നതെന്നും. ഇത് മനസ്സിലാക്കിയ കിമ്മിയാണെങ്കിലോ ഇവിടെ വന്ന് ഇവനെ കൊന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ അടുത്ത ടാർഗറ്റ് അത് കണ്ണാടി തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടേക്ക് പോകാനായിട്ട് വരുന്നതും ഇവിടെ കിമ്മിയെ കാണിക്കുമ്പോൾ ഇവർ സംശയിച്ചത് ശരി തന്നെയാണ്. കിമ്മി നേരെ സഹായിയുടെ തോക്ക് കൊണ്ട് നേരെ പോകുന്നത് കണ്ണാടിയുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ ചെന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാന്ന് വിചാരിക്കുമ്പോൾ കിമ്മിയെ കൊണ്ടൊരിക്കലും അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവള് കണ്ണാടിയെ നോക്കുമ്പോഴെല്ലാം കുട്ടിയായിരുന്ന ഡിൽറ്റി ഉണ്ടല്ലോ ആ ഒരു രൂപം മാത്രമാണ് അവൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അവൾ ആ ഒരു സമയത്ത് അവനെ അത്രയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് മാത്രം അവളെ കൊണ്ട് എന്തോ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിയാതെ കിമ്മി അവിടെ നിന്നും പുറത്തേക്ക് വരുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് പോലീസ് വന്ന് കിമ്മിയെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കിമ്മിയെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവളെ ഒരു സാക്ഷിയായിട്ട് വെച്ച് അതുവഴി കണ്ണാടിനെയും അതേപോലെ തന്നെ ആ ഒരു മൊട്ടത്തലേനെ അറസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. കണ്ണാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ഈ ലെറ്റർ 20 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കിമ്മി കണ്ണാടിക്ക് അയച്ച ആ ഒരു ലെറ്ററാണ്. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല് കണ്ണാടിയെ അവൾ കൊല്ലും, നിന്നെ കൊടൂരായിട്ട് കൊല്ലും എന്ന്
ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീ എങ്ങനെ എഴുതും അതുപോലെയാണ് എഴുതിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് കിമ്മി ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീയാണ്, കുറെ നാളായിട്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പോഴെന്റെ വീടിനടുത്ത് അവൾ തോക്കുമായിട്ട് വന്നത്. അതുകൊണ്ട് കിമ്മി പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ കണ്ണാടിയുടെ ഭാഗത്ത് നിന്നും ഇതുപോലൊരു കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഹീറോ അവസാനം ജയിലിലുള്ള കിമ്മിയെ കാണാനായിട്ട് ചെല്ലും. എന്നിട്ട് അവളോട് പറയും, കിമ്മി, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണ്ട, അതറിയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നീ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാം. ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തെളിവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം വേണം. അത് നിനക്കറിയാവുന്ന ഒരു കാര്യം. അത് എന്നോട് നീ പറഞ്ഞു കഴിഞ്ഞാലേ നിന്റെ പഴയ ജീവിതത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയും എന്ന് ഹീറോ പറയുന്നതും ആ ഒരു വിശ്വാസത്തിലെ കിമ്മി ഇപ്പോൾ പല കാര്യങ്ങളും പറയാൻ തുടങ്ങാണ്. ഞങ്ങൾ ആ ഒരു സമയത്ത് പല മോഷണങ്ങളും ചെയ്തിരുന്നു. അപ്പോൾ ഡിപ്സൺ മോഷ്ടിക്കുന്ന പല കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവന്റെ കയ്യിൽ ആ കാര്യങ്ങളുണ്ടാവും എന്ന് പറയുന്നതും ഹീറോ പറയും, ശരി, നാളെ നീ കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ അസാദിനെ കാണാനായിട്ട് പോവും. എന്നിട്ടാണ് അസാദിനോട് പറയുന്നത്, അസാദ്, ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ മുട്ടയുടെ വീട്ടിലേക്ക് ഒരു കള്ളന്മാരെ പോലെ കയറിയേ മതിയാവൂ എന്ന് പറയുമ്പോൾ അസാദ് പറയും, സാർ, നമ്മൾ പോലീസുകാരാണ്, ഒരു മോഷണം നടത്താൻ വേണ്ടി ഇതുപോലെ വീടിനകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അസാദ് നിൽക്കുന്നതും ഹീറോ ആണെങ്കിലോ ഇല്ല, എന്തായാലും പോയേ മതിയാവുള്ളെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പോൾ മുട്ടയെ എങ്ങനെയെങ്കിലും വെളിയിലേക്ക് കൊണ്ടുവരണമല്ലോ അവന്റെ വീട്ടിൽ നിന്നും. അതുപോലെ അവന്റെ ഡെയിലി റൊട്ടീൻ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അസാദ് നേരെ പോയി കാണുന്നത് കണ്ണാടിയുടെ ഭാര്യയുണ്ടല്ലോ അവരെ. ഇവൾക്കാണെങ്കിൽ അവനോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ല. അത് മനസ്സിലാക്കിയ അസാദ് അവളെ കണ്ടിട്ട് പറയും, നിന്റെ ഭർത്താവ് അവന്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ജയിലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിവ് വേണം. നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ജയിലിലേക്ക് പോയിട്ട് പിന്നീട് നിനക്ക് സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനും കഴിയും. ഇപ്പൊ ആ തെളിവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആ മുട്ടയുടെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും നീ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരണം. അതിന് നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിലും ഇതെപ്പോഴും ഇതുപോലൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൾ ഉടനെ തന്നെ നമ്മുടെ മുട്ടത്തലേനെ വിളിച്ചിട്ട് അവനും ഇവളുടെ മേലിൽ എന്തോ ഒരു കണ്ണുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറയും, ഞാൻ ഇതുപോലെ നിനക്ക് വേണ്ടി ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാണ്, എന്നെ കാണാനായിട്ട് വരാൻ പറയുന്നതും മുട്ടത്തലേന് സന്തോഷം താങ്ങാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ കാറും എടുത്ത് അവൾ പറഞ്ഞ ആ ഒരു ഹോട്ടലിലേക്ക് അവനും പോകുന്നു. അങ്ങനെ അവൻ വീട്ടിലെടുത്ത് നിന്ന് കാറും എടുത്തുകൊണ്ട് പോകുന്നതും ആ വീടിനടുത്തായി തന്നെ ഒളിച്ചിരുന്ന ഹീറോയും അസാദും അവൻ പോയ ആ ഒരു ഗ്യാപ്പിൽ വീടിനകത്തേക്ക് കയറും. അങ്ങനെ കണ്ണാടിയും തകർത്ത് വീടിനകത്തേക്ക് കയറുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുപാട് വേട്ടയാടിയിട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കൊമ്പ്, മൃഗത്തിന്റെ തോല്, ഇങ്ങനെ പല കാര്യങ്ങളും ആ വീടിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് ഇവരകത്തേക്ക് നടന്നു പോകുമ്പോൾ ഇവിടെ ആ ഒരു മുട്ടയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവ സാധാരണ ഒരുത്തനൊന്നുമല്ല. അവന്റെ വീടിന്റെ പല ഭാഗങ്ങളിലും സെൻസർ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ ഇവിടെ അലാറം അടിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയും അസാദും ആ ഒരു സെൻസറിനടുത്തേക്ക് ചെല്ലുന്നതും ഇവന്റെ ഫോണിലേക്ക് അലർട്ട് വരുന്നു. ഉടനെ തന്നെ ഇവൻ ഹോട്ടലിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഹീറോയും അസാദും അവന്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള മുറിക്കകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് അവിടെ പലതരത്തിലുള്ള വീഡിയോസ് എല്ലാം ഓടുന്നുണ്ട്. കൂടാതെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവരന്വേഷിക്കുമ്പോഴത്തേക്കും മൊട്ട ഇപ്പൊ നമ്മുടെ കണ്ണാടിയെ വിളിച്ചിട്ട് ഇതുപോലെ വീട്ടിലാരോ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെയും ആ വീടിനടുത്തേക്ക് പറഞ്ഞു വിടും. അതേസമയം ഇവര് രണ്ടുപേരാണെങ്കിലോ ഈ വീടിനകത്തെല്ലാം അന്വേഷിച്ച അവസാനം ഒരു ലോക്കർ കണ്ടുപിടിക്കുന്നു. ആ ലോക്കറും കഷ്ടപ്പെട്ട് തുറന്ന് അതിനകത്തുള്ള ഒരു ബോക്സും കണ്ടുപിടിക്കും. ഇപ്പൊ ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവർ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും 4 പേരും കൂടി ചേർന്ന് കൊള്ളയടിക്കുന്നത്, ഓരോരുത്തരെ അടിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും എടുത്ത സാധനങ്ങളാണിത്. അപ്പൊ ഈ സാധനങ്ങളോടൊപ്പമാണ് 20 വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ഒരു പയ്യൻ, അവന്റെ ചെയിൻ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നതും കറക്റ്റ് സമയത്ത് മുട്ട അയച്ച 4-5 പേര് ഈ വീടിനടുത്തേക്ക് വരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ഇത് കണ്ടിട്ട് ആ ഒരു വീടിന്റെ ബാക്ക് ഗേറ്റ് വഴി കുറെ ദൂരേക്ക് ഓടുമ്പോഴത്തേക്കും അവരാണെങ്കിലോ ഇവരെ രണ്ടുപേരെയും ദൂരെ നിന്ന് മയക്ക് വെടി വെച്ചിട്ട് രണ്ടുപേരും മയങ്ങി താഴെ വീഴാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും മയങ്ങി വീഴുന്നതും വീണ്ടും 20 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കിമ്മി പ്രഗ്നന്റ് ആണെന്നാണല്ലോ നമ്മൾ അവസാനമായിട്ട് കണ്ടിരുന്നത്. ഇപ്പൊ ആ കാര്യം ഡിൽറ്റവിനോട് അവൾ പറയുമ്പോഴത്തേക്കും ഇവ സത്യത്തിൽ അവളെ ശരിക്കും സ്നേഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവൻ ഒരിക്കലും സന്തോഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് മോഷ്ടിക്കണം എന്നും പറഞ്ഞ് ഇവർ 4 പേരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ മാസ്ക് എല്ലാം ഇട്ട് ഒരു വീടിനകത്തേക്ക് പോകുന്നു. അപ്പൊ ഈ വീടിനകത്താണ് 20 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ സഹോദരനും സഹോദരി ഉണ്ടായിരുന്നത്. ആദ്യം ആ ഒരു സഹോദരനെ അടിച്ചിട്ടിട്ട് അവന്റെ കഴുത്തിൽ നിന്നും ആ ഒരു മുട്ട ഉണ്ടല്ലോ അവൻ ചെയിൻ വലിച്ചങ്ങെടുക്കുന്നു. അപ്പൊ ഈ ചെയിനാണ് ഹീറോ അവന്റെ വീട്ടിലെ ആ ഒരു ബോക്സിൽ നിന്ന് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ തീരുമാനിക്കുന്നതെന്ന് വെച്ചാല് വെറുതെ ഇവിടെ വന്ന് മോഷ്ടിച്ചിട്ട് പോകുന്ന എന്തിനാ, ദേ ഒരു പെണ്ണ് ഇവിടെ വെറുതെ ഉണ്ട്, അവളെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡിൽറ്റ ഉണ്ടല്ലോ അവനാണിത് ചെയ്യുന്നത്. അതും കിമ്മിയുടെ കൺമുന്നിൽ വെച്ചിട്ട്. അതുമല്ല തന്റെ സഹോദരിക്ക് ഇതുപോലെ കാര്യം നടക്കുന്നത് കൊണ്ട് അവളുടെ സഹോദരൻ നമ്മുടെ മുട്ടയുടെ തലയിൽ ആ ഒരു മാസ്ക് വലിച്ചു വരുന്നതും അവൻ ആരാണെന്ന് കണ്ടു.
ഇപ്പോ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഇവരെ രണ്ടുപേരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇവര് 3 പേരും കൂടി ചേർന്ന് ഈ സഹോദരനെ സഹോദരിയും അവിടെ വെച്ച് കൊല്ലുമായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം മാത്രം കിമ്മിയെ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും നാളും ഇവര് മോഷണം, അതേപോലെ തന്നെ മറ്റുള്ളവരെ അടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇത് കണ്ട കിമ്മിയാണെങ്കിലോ നേരെ ഒരു ബൂത്തിലേക്ക് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാര്യം വിളിച്ച് പറയുകയും ചെയ്തു. അതുമല്ല ഡെൽറ്റാവ് ഇത് കണ്ട് അവിടേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ മുഖത്തടിച്ചിട്ട് ഇനി എന്നെ കണ്ടുപോരുതെന്നും പറഞ്ഞ് അവള് തിരിച്ചു പോകുന്നതും. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് കിമ്മി പ്രഗ്നന്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് അത് പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കി യുവമാര് കിമ്മിയുടെ വീട്ടിലേക്ക് ആ ഒരു മാസ്കും ധരിച്ചു പോയിട്ട് അവളുടെ വയറിലിടിച്ച് ആ ഒരു കുഞ്ഞിനെ കൊല്ലാണ്ട് ശ്രമിച്ചു. പക്ഷെ അവളാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കണ്ണാടിയും തകർത്ത് വെളിയിലേക്ക് വന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അത് കഴിഞ്ഞ് ആ ഒരു മരിച്ച കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് പിന്നീട് അവളെ കാണാതാവുമായിരുന്നു. അങ്ങനെ ഇത്രയും ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് ഇപ്പോൾ ജയിലിലുള്ള കിമ്മിയെ കാണിക്കുമ്പോൾ വേറൊരു പോലീസുകാരൻ വന്ന് കിമ്മിയെ വിളിക്കാണ്. ബാ ജഡ്ജിനെ കാണാൻ പോകാൻ സമയമായെന്ന് പറയുന്നതും ഹീറോ പറഞ്ഞിരുന്നില്ല പോകുന്നതിന് മുന്നേ അവൻ തിരിച്ചു വരുമെന്ന്. അതുകൊണ്ട് തന്നെ കിമ്മി ആ ഒരു പോലീസുകാരനോടൊപ്പം പോകാൻ തയ്യാറാവാതെ അവനെ ഒരു ഒറ്റയിടി, എന്നിട്ട് ആ ഒരു പോലീസുകാരനെ അടിച്ചവിടെ ഇട്ട് അവന്റെ കയ്യിൽ നിന്ന് കീയോ എടുത്ത് ഈ ജയിലിൽ നിന്നും കിമ്മി രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെയും അസാദിനെ കാണിക്കുമ്പോൾ രണ്ടുപേരെയും ആ മൊട്ടയുടെ വീട്ടിൽ കെട്ടിയിട്ടേക്കാണ്. ഇവര് രണ്ടുപേരും കണ്ണു തുറക്കുന്നതും ഇപ്പോൾ വേറൊരുത്തൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയുടെ വായിലേക്ക് മദ്യം ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുന്നു. ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും മദ്യപിച്ചിട്ട് ഒരു കാറിൽ പോയി അവസാനം പാലത്തിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചു. അതുപോലെ വരുത്തി തീർക്കണം. അങ്ങനെ അവൻ അതുപോലെ മദ്യം ഹീറോയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് നമ്മുടെ കിമ്മി വന്നിട്ട് ഒരു വടിയെടുത്ത് ആ മുട്ടയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി. അവൻ താഴേക്ക് വീഴുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയെ രക്ഷിക്കാനായിട്ട് അവസാനം കിമ്മി തന്നെ വരേണ്ടി വന്നു. അങ്ങനെ അവൾ വന്നിട്ട് ഹീറോയുടെ വായിലേക്ക് കൈയിട്ട് അവൻ കുടിച്ച മദ്യമെല്ലാം അവ ഛർദ്ദിച്ചും കളയുന്നു. എന്നിട്ട് അവിടെയുള്ളൊരു തോക്കും അവൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും ഇല്ല കിമ്മി നീ അത് ചെയ്യരുത് എന്നും പറഞ്ഞ് അവളെ തടയുമ്പോഴത്തേക്കും എടാ മണ്ട അവൾക്ക് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു, എന്നിട്ട് അവൾ പ്രതികാരം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിനും ഇവൻ തടയാൻ നിൽക്കാണ്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണാടി ഇതിനകത്തേക്ക് കയറുമായിരുന്നു. ഇത് കണ്ട കിമ്മിയാണെങ്കിലോ അവന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ അവനാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിമ്മി അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റൂമിനകത്ത് വെടിയേച്ച് കേൾക്കുന്ന ശബ്ദം വെളിയിൽ നിൽക്കുന്ന മുട്ടയുണ്ടല്ലോ അവൻ കേട്ടിട്ട് അവൻ ഇപ്പോൾ ഒരു തോക്കും എടുത്ത് ഇതിനകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ അസാദ് അവന്റെ കയ്യിലുള്ള ആ ഒരു കെട്ട് ഏതോ ഒരു കമ്പിയുടെ അടുത്തേക്ക് കൊണ്ടുവച്ച് അത് ഉരച്ചുരച്ച് ആ ഒരു കെട്ടം കഴിക്കും. എന്നിട്ട് ഹീറോയെ രക്ഷപ്പെടുത്തി രണ്ടുപേരും അവരുടെ തോക്കും എടുത്ത് നമ്മുടെ കിമ്മിയുടെ പിറകെ അവളെ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മൊട്ട അകത്തേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരെ കണ്ട് അവരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആസാദ് ഹീറോയും ഒരിടത്ത് ഒളിച്ചു നിന്ന് ഇവനെ ഷൂട്ട് ചെയ്യുന്നു. മൊട്ട തിരിച്ച് അവരെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഇതുപോലെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ കിമ്മി കണ്ണാടി അന്വേഷിച്ച് പോയിരുന്നല്ലോ, അവസാനം അവനെ കണ്ടുപിടിച്ച് തലയിലേക്ക് തോക്ക് കൊണ്ടൊരു ഒറ്റയടി. അപ്പൊ ഇവിടെ ഇതുപോലെ ഒരു ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഹീറോ ഓടി വരുമ്പോഴത്തേക്കും ഹീറോ ഇരുന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ മൊട്ടയാണെങ്കിലോ ഹീറോയുടെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യും. ഇത് കണ്ട ആസാദ് വെറുതെ ഇരിക്കോ എന്റെ കൂട്ടുകാരനെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് മൊട്ടയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മൊട്ട മരിച്ച് താഴെ വന്ന് വീഴാണ്. ഇപ്പോൾ ഹീറോയ്ക്കാണെങ്കിലോ ഷോൾഡറിൽ ബുള്ളറ്റ് കൊണ്ടിട്ടും അവൻ കിമ്മി അന്വേഷിച്ച് പോവാണ്. അവസാനം അവളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കിമ്മി എന്താ ചെയ്യുന്നറിയോ, കണ്ണാടിയെ കണ്ടുപിടിച്ചിട്ട് അവന്റെ ദേഹം മുഴുവൻ പെട്രോൾ ഒഴിച്ച് അവനെ കൊല്ലാനായിട്ട് നിൽക്കാണ്. ഇപ്പൊ ഹീറോ അത് കണ്ടിട്ട് കിമ്മിയോട് പറയും കിമ്മി നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് 20 വർഷം നീ അനുഭവിച്ച ആ ഒരു വേദന അത് വീണ്ടും നീ അനുഭവിക്കേണ്ടി വരും. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ജയിലിൽ വെച്ചിട്ട് നിന്റെ പഴയ ജീവിതം നിനക്ക് തിരിച്ചു തരുമെന്ന്. ഇപ്പൊ നീ ഇവനെ കൊല്ലാതെ വിട്ടു കഴിഞ്ഞാലേ അങ്ങനെ ഒരു ജീവിതം നിനക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഹീറോ എത്ര പറഞ്ഞു നോക്കിയിട്ടും കിമ്മിയെ കൊണ്ട് അത് കഴിയുന്നില്ല. അവള് കണ്ണാടിയോട് പറയും ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുവാണെന്ന് പറഞ്ഞ് താഴെ ആ ഒരു പെട്രോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും തീ നേരെ അവന്റെ ദേഹത്തേക്ക് പിടിക്കുന്നു. കണ്ണാടി അവിടെ കിടന്ന് കത്തിപ്പിടിക്കുകയാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കിമ്മി തിരിച്ചു വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവിടെയാണ് മറ്റൊരു കാര്യം. ഹീറോയെ അങ്ങനെ തന്നെ നോക്കിയിട്ട് അവളും കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീയുടെ നടുവിലേക്ക് ചെന്ന് നിൽക്കുന്നു. കാരണം അവൾക്കിനി ഇങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ താല്പര്യമില്ല, അവൾക്കിനി ആരുമില്ലാന്നും പറഞ്ഞ് അവളും അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അതോടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. ഇപ്പോൾ ന്യൂസിൽ കാണിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കൊലപാതകത്തില് കുറ്റവാളിയായിട്ട് ഒരുത്തനെ പിടിച്ചു. പക്ഷെ അവനോടൊപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇവര് കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ന്യൂസിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുമല്ലാതെ അവര് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല, പകരം അവര് രണ്ടുപേരും ഏതോ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് മാത്രമാണ് ടിവിയിലൂടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിച്ചത് ഡിപ്പാർട്ട്മെന്റ് ക്യൂ ആണെന്നും ഡിപ്പാർട്ട്മെന്റ് ക്യൂ പുതിയൊരു കേസും ഇതുപോലെ സോൾവ് ചെയ്തു എന്നും പറഞ്ഞ് ഇവരിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അസാദ് അടുത്തൊരു കേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഹീറോയെ കൊണ്ട് മാത്രം ഈ ഒരു കേസിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. കാരണം വേറൊന്നുമല്ല, കിമ്മിയെ അവന് രക്ഷിക്കാൻ കഴിയാത്തത് തന്നെയാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. വെയിറ്റ് ചെയ്തിരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുവരെയ്ക്കും ബൈ.